അതേപോൾ കെ രമ MLA വോട്ട് ചെയ്തതിന് വലിയ തോതിൽ പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ അത് ഭരണവിരുദ്ധത വളരെ കൃത്യമായിട്ട് ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരമായിട്ട് കൂടി ഈ ജനവിധി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറാമലയിലടക്കം കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതെ, ഏറാമല, ഒഞ്ചിയം ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളിലും വളരെ ശക്തമായ മത്സരമാണ്. തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത്, നിലനിർത്താനുള്ള ശ്രമം മറ്റൊരു ഭാഗത്ത്. ഇത് വളരെ കൃത്യമായി ഈ ഭരണം തുടർന്നു പോകാൻ ഏറാമലയിലും ഒഞ്ചിയിലും അഴിയൂരിലും ഉൾപ്പെടെ ഈ ഭരണം തുടർച്ചയുണ്ടാകും. അതോടൊപ്പം ചോറോടും മുനിസിപ്പാലിറ്റിയും തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ആർഎംപിയുടെ ഒരു പെർഫോമൻസ് എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ആർഎംപിക്ക് വളരെ നല്ല രീതിയിൽ സീറ്റ് കൂടുതൽ, ഇവിടെ മാത്രമല്ല ഞങ്ങൾ പല സ്ഥലങ്ങളിലും തൃശ്ശൂർ, കുന്നംകുളം, കോഴിക്കോട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. അവിടെയൊക്കെ പാലക്കാടൊക്കെ മത്സരിക്കുന്നുണ്ട്. അവിടെയൊക്കെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ സീറ്റ് ആർഎംപിക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ സർക്കാരിനെ വിലയിരുത്തുന്ന ജനങ്ങൾ ആർഎംപി UDFന് പിന്തുണയ്ക്കുമെന്നാണോ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ജനവിരുദ്ധതയ്ക്കെതിരെ, ഭരണവിരുദ്ധതയ്ക്കെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ആർഎംപി UDFനെതിരെ വേണ്ടി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ലൈംഗിക പീഡന പരാതികളൊക്കെ തന്നെ സ്ത്രീ വോട്ടുകൾ UDFൽ നിന്ന് അകറ്റാൻ കാരണമാക്കുമോ? അതിനൊരു സാധ്യതയുമില്ല. അത് പിന്നെ തീർച്ചയായിട്ടും അതിനെതിരെ വളരെ കൃത്യമായ നടപടി കോൺഗ്രസ് എടുത്തു എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാടിലേക്ക് സ്ത്രീകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരികയുന്നു. പക്ഷേ സ്ത്രീ പീഡകരെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ കോൺഗ്രസിന് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. നടിയെ ആക്രമിച്ച കേസിൽ UDF കൺവീനർ ആദ്യം എടുത്തൊരു നിലപാട് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് തിരുത്തിയെങ്കിലും അത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ എത്രത്തോളമാണ് സ്വാധീനം ഉണ്ടാക്കുന്നത്? അല്ല, അതിനെ അതിശക്തമായിട്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്. ഒരു കാരണവശാലും അത്തരം പരാമർശങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ അപക്വമായ വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകം പ്രതികൾക്കൊക്കെ അനുകൂലമായി സംസാരിക്കുന്നത് അത് വളരെ പ്രശ്നമാണ്. അതിന് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. കോൺഗ്രസ് പ്രസ്ഥാനം അത് ആ സമയത്ത് തന്നെ തള്ളി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രമേ പിന്നീട് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രാദേശിക വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പ്രാദേശിക വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയവും ചർച്ച ചെയ്യും. പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയവും പ്രാദേശിക വിഷയവും വളരെ നന്നായി ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പിലാണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷക്കാലം കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധിയും കൂടി ഉണ്ടാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത. ഒഞ്ചിയത്തെ കഴിഞ്ഞ തവണ ഒരു വോട്ടിനാണ് സീറ്റ് LDFന് പോയത്. അതിനെ എങ്ങനെയാണ്? അല്ല, ഒഞ്ചിയത്ത് ഒരു വോട്ടിന് ഒരു സീറ്റിന് ഇത് പോയി എന്നത്, ഞങ്ങൾ 2-3 പഞ്ചായത്തുകൾ ഒരു വോട്ടിനാണ് തോറ്റത്. അതും കൂടെ നമ്മൾ കാണണം. ഒരു വോട്ടിന് ഞങ്ങൾക്ക് പിന്നെ സീറ്റ് നഷ്ടപ്പെട്ട പഞ്ചായത്തുകളുണ്ട്. അതുപോലെ അപര സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് തോറ്റ സ്ഥാനാർത്ഥികളുണ്ട്. അല്ലാണ്ട് അതൊന്നും കൃത്യമായി രാഷ്ട്രീയത്തിന് ആർഎംപിക്കോ UDFനോ എതിരായിട്ടല്ല വന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ്. ശരി, കെ രമയുടെ പ്രതികരണമാണ് കണ്ടത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിലടക്കം UDF കൺവീനർ സ്വീകരിച്ച നിലപാടുകൾ കോൺഗ്രസ് ശക്തമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ അത് പ്രതിഫലിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്.